ഇനി നമ്മൾ 16ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. സോ നമ്മുടെ 16ാമത്തെ ചോദ്യം നമുക്ക് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ, സെറ്റ് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. സോ ഇവിടെ എ എന്ന് പറഞ്ഞൊരു സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. 0 മുതൽ 9 വരെയുള്ള എലമെന്റ്സ് ആണ് ഇതിനകത്തുള്ളത്. പിന്നെ ആർ ബി എ റിലേഷൻ ഓൺ എ ഡിഫൈൻഡ് ബൈ എക്സ് വൈ ബിലോങ്സ് ടു നമ്മുടെ റിലേഷൻ സെറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്. Statement 1 number of r equal to 36. Statement 2 r is an equivalent relation. Okay, ready? അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റും ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ ഓഫ് ആർ 36 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യം അത് നോക്കാം. ഓക്കെ, നമ്പർ ഓഫ് ആർ ആ റിലേഷൻ സെറ്റിനകത്ത് എത്ര എലമെൻറ്റ് ഉണ്ടോ നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. സോ അപ്പോൾ എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് നമുക്ക് 0, 1, 2, 3 എക്സെട്ര നമുക്ക് 9 വരെയാണ് എന്ത് ചെയ്യുന്നത് നമ്പേഴ്സ് ഉള്ളത്. 10 എലമെൻറ്റ്സ് ആണ് നമുക്ക് ഇതിനകത്തുള്ളത്. റെഡി അല്ലേ? അതവിടെ നിന്നോട്ടെ. ഇനി നമുക്ക് പറയുന്നത് നമ്മുടെ എക്സ് വൈ എന്താണ്, ഓർഡേർഡ് പെയർ എക്സ് വൈ റിലേഷൻ സെറ്റിനകത്തുള്ളതാണ്. കണ്ടീഷൻ എന്താണ്, നമ്മുടെ മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഈസ് മൾട്ടിപ്പിൾ ഓഫ്, അല്ലേ, മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. ക്ലിയർ അല്ലേ? അത് മൾട്ടിപ്പിൾ ഓഫ് 3 ആവണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെ ആയിരിക്കും കണ്ടീഷൻ? മോഡുലസ് ഓഫ് എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ 0 ആകാം, 3 ആകാം, 6 ആകാം, 9 ആകാം. ഇത്രയല്ലേ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മീൻസ് എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ 0, 3, 6, 9 ഇതൊക്കെ ആയാലും എന്താണ്, അതൊക്കെ മൾട്ടിപ്പിൾ ഓഫ് നമ്മുടെ ഈ സെറ്റിനകത്തെ കാര്യമാണ് പറയുന്നത്. 0 മുതൽ 9 വരെയാണ് എയ്ക്കകത്തെ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നാലും മൾട്ടിപ്പിൾ ഓഫ് നമുക്ക് 3 ആകുള്ളൂ. ഓക്കെ, റെഡി. അപ്പം അതായത് നമുക്ക് ഈ എക്സ് മൈനസ് വൈയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് നോക്കിക്കേ, ഈ എക്സ് മൈനസ് വൈയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 0, 3, 6, 9 അല്ലേ. അതായത് എക്സ് ആൻഡ് വൈ ആർ റിലേറ്റഡ് അല്ലേ, റിലേറ്റഡ് ഇഫ് ദെയർ ഡിഫറൻസ് ഈസ് ഡിഫറെൻറ്റ്. ഞാൻ ഷോർട്ടായിട്ട് എഴുതുക കേട്ടോ. ഡിഫറൻസ് ഈസ് 0 or 3 or 6 or 9. ഇത് വന്നാൽ നമുക്ക് എന്ത് കിട്ടും? ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. സോ അപ്പോൾ അങ്ങനത്തെ ഓർഡേർഡ് പേഴ്സ് നമ്മൾ നോക്കണം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ശരിക്കും ഞാൻ ഒരു ചെറിയൊരു ഗ്രൂപ്പിംഗ് ഞാൻ ചെയ്യാൻ പോവാണ്. അതായത് നമ്പേഴ്സ് that have same remainder. ഓക്കെ, അപ്പോൾ അതിന് ഡിവൈഡ് ബൈ 3 നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ റിമൈൻഡർ 0 വരുന്നത്, വരുന്നതെന്ന് പറയുമ്പോൾ ഞാൻ സെറ്റിനകത്തേക്ക് ഏതൊക്കെ എലമെന്റ്സ് എഴുതാം? 0, 3, 6, 9. റെഡി? നിങ്ങൾ നോക്കി, ഇവിടെ നമ്മൾ റിലേഷൻ സെറ്റ് ഫോം ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇതുമായിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ 0, 3, 6, 9 എന്ന് പറയുമ്പോൾ ഇതിനെ 3 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എന്തായിരിക്കും? നമുക്ക് 0 ആയിരിക്കും കിട്ടുന്നത്. ആ കണ്ടീഷൻ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ ഈ നമ്പേഴ്സുമായിട്ട് നമ്മൾ ഓൾറെഡി പേര് ഫോം ചെയ്താൽ നമുക്ക് ഏതൊക്കെ കിട്ടും? 0, 0 കിട്ടും, 0, 3, 0, 6, then 0, 9. ഇതെല്ലാം എക്സ് മൈനസ് വൈ എടുക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും. ഇനി അടുത്ത 3, 3, 3, 6, 3, 9 ഇതൊക്കെ നോക്കുമ്പോഴെന്തായിരിക്കും? നമുക്ക് ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും. ഇനി അടുത്തത് റിമൈൻഡർ ഞാൻ 1 വരുന്ന കേസ് നോക്കാൻ പോകും. റിമൈൻഡർ 1 വരുന്ന ഏതൊക്കെ ആയിരിക്കും? 1, 4, 7. അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന നമ്പേഴ്സ് ആണ് 1, 4, 7. സോ ഇതും നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഓർഡേർഡ് പേഴ്സ് ഫോം ചെയ്താൽ ഡിഫറൻസ് എന്തായിരിക്കും? ഈ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ ഏതെങ്കിലും ആയിരിക്കും നമുക്ക് ഡിഫറൻസ് കിട്ടുന്നത്. ഏതൊക്കെ? 0, 3, 6, 9 ഇതേതെങ്കിലും ഡിഫറൻസ് കിട്ടുന്ന നമ്പേഴ്സ് ആയിരിക്കണം. റെഡി? അടുത്തത് റിമൈൻഡർ എന്താണ്? 2 കിട്ടുന്ന നമ്പേഴ്സ് നമ്മുടെ സെറ്റിനകത്ത് 2, 5, 8. അപ്പോൾ ഇത് നോക്കിയാൽ നമ്മൾ 2, 5 ഓർഡേർഡ് പേർ എടുത്താൽ അവരുടെ ഡിഫറൻസ് എത്രയാണ്? 3 ആണ്, ഡിവിസിബിൾ ബൈ 3 ആണ്. ഇപ്പോൾ 2, 8 എടുത്താൽ നമുക്ക് 6 ആയിരിക്കും കിട്ടുന്നത്, ഡിവിസിബിൾ ബൈ 3 ആണ്. 5, 8 എടുത്താൽ 3 ആണ്, ഡിവിസിബിൾ. അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുക? പെയറിങ് ചെയ്യുക. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ എത്ര എണ്ണം കിട്ടും? ടോട്ടൽ നമുക്ക് ഇവിടുന്ന് 4 × 4 നമുക്ക് 16 എലമെന്റ്സ് ഇവിടെ കിട്ടും. ഇവിടുന്നോ ഇവിടെ ടോട്ടൽ 3 × 3 നമുക്ക് എത്ര കിട്ടും? 9 എലമെന്റ്സ് കിട്ടും. ഇവിടുന്നോ നമുക്ക് ടോട്ടൽ 3 × 3 നമുക്ക് 9 കിട്ടും. സോ ടോട്ടൽ എലമെന്റ്സ് അല്ലേ, എലമെന്റ്സ് ഇൻ ആർ നമുക്ക് എത്ര കിട്ടും? 16 + 9 + 9 നമുക്ക് കിട്ടും 34 എന്നായിരിക്കും കിട്ടുന്നത്. നമ്മളോട് പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ? സ്റ്റേറ്റ്മെന്റ് 1 നമ്പർ ഓഫ് ആർ ഈക്വൽ ടു 36 എന്നാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? തെറ്റാണ്. റെഡി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് സ്റ്റേറ്റ്മെന്റ് 2 പറയുന്ന ആർ ഈസ് ആൻ ഇക്വലന്റ് റിലേഷൻ. അപ്പോൾ അത് ഇക്വലന്റ് റിലേഷൻ ആണോ നമുക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം. മക്കളെ ഇക്വലന്റ് റിലേഷൻ ആണെങ്കിൽ അത് ആദ്യം റിഫ്ലെക്സീവ് ആയിരിക്കണം. റിഫ്ലെക്സീവിന്റെ കണ്ടീഷൻ എന്താ? നമുക്കറിയാം മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് എന്തായിരിക്കണം? 0 ആണ് കിട്ടുന്നത്. 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് മൾട്ടിപ്പിൾ ഓഫ് എന്താണ്? 3 ആണ്. അത് ശരിയാണ്, റിഫ്ലെക്സീവ്. ഇനി നമുക്കറിയാം സിമെട്രിക്കിന്റെ കേസ്. എടാ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 3 ആണെങ്കിൽ വൈ മൈനസ് എക്സ് എന്ത് തന്നെയായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് 3 തന്നെയാണ്.
അല്ലേ? സോ അപ്പോൾ അതും എന്താണ്, സിമെട്രിക് ആണ്. ഇനി ട്രാൻസിറ്റീവ് കണ്ടീഷൻ നമുക്കൊന്ന് നോക്കാം. അത് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 3k, 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ദെൻ അടുത്തത് y മൈനസ് ഇസഡ് എന്ന് പറയുന്നത് 3m എന്താണ് ഇസഡിന്റെ 3ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് ഇസഡും എന്തായിരിക്കും, മൾട്ടിപ്പിൾ ഓഫ് 3 തന്നെ ആയിരിക്കും. ഓക്കെ, മൾട്ടിപ്പിൾ ഓഫ് 3 തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ മക്കളെ? സോ അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഇത് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. സോ ഇറ്റ് ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ. ഓക്കെ, ഇക്വിവാലന്റ് റിലേഷൻ ആയിരിക്കും. റെഡി അല്ലേ? ഇക്വലന്റ് റിലേഷൻ ആയിരിക്കും. സോ അപ്പോൾ നമുക്ക് നേരെ എന്ത് പറയാം, നമ്മുടെ ഇക്വലൻസ് റിലേഷൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ് എന്നുള്ള ഓപ്ഷൻ 2 ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ മക്കളെ? റെഡി? മനസ്സിലായെന്ന് വിചാരിക്കുന്നു.